ചരിത്രത്തിലെ ചില അധ്യായങ്ങൾ രക്തം കൊണ്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. മനുഷ്യന്റെ ക്രൂരതയുടെയും ഭയത്തിന്റെയുമെല്ലാം നീർസാക്ഷ്യങ്ങളായി ആ ഏടുകൾ ഇന്നും നമ്മെ തുറിച്ചുനോക്കുന്നു. അത്തരത്തിലുള്ളൊരു കഥയാണ്, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ സംഭവമാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ലോകം കണ്ട ഏറ്റവും കുപ്രസിദ്ധനായ, എന്നാൽ ഇന്നുവരെ ആരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു സീരിയൽ കില്ലറിന്റെ കഥ, ജാക്ക് ദ റിപ്പറിന്റെ കഥ. നമ്മുടെ കഥ നടക്കുന്നത് 1888 ലണ്ടനിലാണ്. വിക്ടോറിയൻ കാലഘട്ടത്തിന്റെ പ്രൗഢിയിൽ തിളങ്ങി നിൽക്കുന്ന സമയം. ലോകത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായി ബ്രിട്ടീഷ് സാമ്രാജ്യം വാഴുന്ന കാലം. എന്നാൽ ഈ പ്രൗഢിക്കും സമ്പന്നതയ്ക്കും ഒരു മറുപുറമുണ്ടായിരുന്നു. ലണ്ടൻ നഗരത്തിന്റെ ഹൃദയഭാഗത്തുനിന്ന് അധികം ദൂരെയല്ലാതെ, എന്നാൽ അതിന്റെ പ്രൗഢിയിൽ നിന്നും ഒരുപാട് അകലെയായിരുന്നു വൈറ്റ് ചാപ്പൽ എന്നറിയപ്പെടുന്ന പ്രദേശം. ഇടുങ്ങിയ തെരുവുകൾ, വൃത്തിഹീനമായ സാഹചര്യങ്ങൾ, ദാരിദ്ര്യം, കുറ്റകൃത്യങ്ങൾ. ഇതായിരുന്നു വൈറ്റ് ചാപ്പലിന്റെ മുഖമുദ്ര. വ്യാവസായിക വിപ്ലവത്തിന്റെ ഫലമായി തൊഴിൽ തേടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്പിൽ നിന്നും അയർലൻഡിൽ നിന്നും വന്ന ദരിദ്രരായ കുടിയേറ്റക്കാരായിരുന്നു അവിടുത്തെ താമസക്കാരിൽ ഭൂരിഭാഗവും. ചെറിയ മുറികളിൽ 10-15 പേർ ഒരുമിച്ച് താമസിച്ചു. തൊഴിലില്ലായ്മയും പട്ടിണിയും കാരണം പലർക്കും തെരുവിലിറങ്ങേണ്ടി വന്നു. സ്ത്രീകൾക്ക് തങ്ങളുടെ ശരീരം വിൽക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളുണ്ടായിരുന്നില്ല. നിയമപാലകർക്ക് പോലും പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ലോകമായിരുന്നു അത്. ഗ്യാസ് വിളക്കുകളുടെ മങ്ങിയ വെളിച്ചത്തിൽ, കോടമഞ്ഞിനാൽ മൂടപ്പെട്ട ആ തെരുവുകളിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാമായിരുന്നു. ഈയൊരു പശ്ചാത്തലത്തിലേക്കാണ് 1888 ഭയം ഒരു നിഴൽ പോലെ പടർന്നു കയറുന്നത്. ഒരു പേരോ മുഖമോ ഇല്ലാത്ത ഒരു കൊലയാളി ആ തെരുവുകളിൽ ഇരകളെ തേടി ഇറങ്ങാൻ തുടങ്ങി. 1888 ഓഗസ്റ്റ് 31 വെള്ളിയാഴ്ച പുലർച്ചെ 3:40 സമയം. ചാൾസ് ക്രോസ് എന്ന ഒരു വണ്ടിക്കാരൻ തന്റെ ജോലിസ്ഥലത്തേക്ക് നടന്നുപോകുകയായിരുന്നു. വൈറ്റ് ചാപ്പലിലെ ബക്സ്റോ എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ ഡർവാർഡ് സ്ട്രീറ്റിലൂടെ നടന്നുപോകുമ്പോൾ വഴിയരികിൽ ഇരുട്ടത്തൊരു രൂപം കിടക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആദ്യം അയാൾ കരുതിയത് മദ്യപിച്ചു വഴിയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയായിരിക്കും അതെന്നാണ്. വൈറ്റ് ചാപ്പലിൽ അതൊരു സാധാരണ കാഴ്ചയായിരുന്നു. അയാൾ ആ രൂപത്തെ കടന്നുപോകാൻ ശ്രമിച്ചെങ്കിലും എന്തോ ഒരു പന്തികേട് തോന്നി അടുത്തു ചെന്നു നോക്കി. അവിടെ കണ്ട കാഴ്ച അയാളെ ഞെട്ടിച്ചു. ഒരു സ്ത്രീ ചോരയിൽ കുളിച്ചു കിടക്കുന്നു. കഴുത്ത് ആഴത്തിൽ മുറിഞ്ഞിരിക്കുന്നു. ഭയന്നുപോയ അയാൾ വഴിയുടെ മറുവശത്തുകൂടി നടന്നുപോകുകയായിരുന്ന റോബർട്ട് പോൾ എന്ന മറ്റൊരാളെ സഹായത്തിന് വിളിച്ചു. ഇരുവരും ചേർന്ന് ആ സ്ത്രീയെ പരിശോധിച്ചു. ജീവന്റെ ഒരു തുടിപ്പ് പോലും ഉണ്ടായിരുന്നില്ല. അവർ ഉടൻ തന്നെ അടുത്തുള്ള പട്രോളിംഗ് പോലീസുകാരനായ ജോൺ നീലിയെ വിവരമറിയിച്ചു. കോൺസ്റ്റബിൾ നീൽ സംഭവസ്ഥലത്തെത്തി. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അയാൾ ആ ഭീകര ദൃശ്യം കണ്ടു. സ്ത്രീയുടെ കഴുത്ത് ഏതാണ്ട് അറ്റുപോകുന്ന തരത്തിൽ 2 വട്ടം ആഴത്തിൽ മുറിച്ചിരുന്നു. വയറിലും ക്രൂരമായ മുറിവുകളുണ്ടായിരുന്നു. ഉടൻ തന്നെ ഡോക്ടർ റീസ് റാൾഫ് ലെവലിൻ എന്ന സർജനെ വിവരമറിയിച്ചു. ഡോക്ടർ എത്തി പരിശോധിച്ച ശേഷം മരണം സ്ഥിരീകരിച്ചു. കൊലപാതകം നടന്നിട്ട് അധികം സമയമായിട്ടില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഒരുപക്ഷേ അരമണിക്കൂറിൽ താഴെ മാത്രം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊല്ലപ്പെട്ട സ്ത്രീയെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. അവരുടെ പേര് മേരി ആൻ നിക്കോൾസ് എന്നായിരുന്നു. 43 വയസ്സായിരുന്നു പ്രായം. പോളി എന്നായിരുന്നു അവരെ അടുപ്പമുള്ളവർ വിളിച്ചിരുന്നത്. ഭർത്താവുമായി പിരിഞ്ഞ് 5 മക്കളുടെ അമ്മയായ അവർ ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുകയായിരുന്നു. ചെറിയ ജോലികൾ ചെയ്തും ഒടുവിൽ ശരീരം വിറ്റും അവർ വൈറ്റ് ചാപ്പലിലെ തെരുവുകളിൽ അഭയം തേടി. കൊലപാതകം നടക്കുന്ന രാത്രിയിൽ ഒരു ഡോർമിറ്ററിയിൽ കിടക്കാനുള്ള 4 പെൻസ് കയ്യിലില്ലാത്തതുകൊണ്ട് അവരെ അവിടുന്ന് പുറത്താക്കിയിരുന്നു. ഞാൻ ഉടൻ പണം സംഘടിപ്പിച്ചു വരാം, എന്റെ ബോണറ്റിന് നല്ല ഭംഗിയില്ലേ എന്നു പറഞ്ഞാണ് അവരവിടുന്നിറങ്ങിപ്പോയത്. ആ പോക്ക് അവരുടെ അവസാന യാത്രയായിരുന്നു. മേരി ആൻ നിക്കോൾസിന്റെ കൊലപാതകം വൈറ്റ് ചാപ്പലിലെ ജനങ്ങളെ ഭയത്തിലാഴ്ത്തി. കൊലപാതകത്തിന്റെ രീതിയിലുള്ള ക്രൂരത പോലീസിനെയും കുഴപ്പത്തിലാക്കി. ഇതൊരു സാധാരണ വഴക്കിനിടയിലുണ്ടായ കൊലപാതകമായിരുന്നില്ല. ഇതിനു പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളുള്ള ആരോ ഒരാളുണ്ട് എന്നവർക്ക് തോന്നിത്തുടങ്ങി.
എന്നാൽ ലണ്ടൻ നഗരത്തെ കാത്തിരുന്നത് അതിലും വലിയൊരു ഭീതിയുടെ ദിനങ്ങളാണെന്ന് അന്നാരും അറിഞ്ഞിരുന്നില്ല. വൈറ്റ് ചാപ്പലിലെ തെരുവുകളിൽ ചോരയുടെ മണം പടർന്നു തുടങ്ങിയതേയുണ്ടായിരുന്നുള്ളൂ. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. മേരി ആൻ നിക്കോൾസിന്റെ കൊലപാതകത്തിന്റെ ഞെട്ടൽ വൈറ്റ് ചാപ്പലിൽ നിന്നും മായും മുൻപേ കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം ആ അദൃശ്യനായ കൊലയാളി വീണ്ടും തന്റെ സാന്നിധ്യമറിയിച്ചു. ആദ്യത്തെ കൊലപാതകം ഒരൊറ്റപ്പെട്ട സംഭവമായിരിക്കുമെന്ന് കരുതിയ പോലീസിന്റെയും ജനങ്ങളുടെയും പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. ഭയം വൈറ്റ് ചാപ്പലിന്റെ തെരുവുകളിൽ ഒരു പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കാൻ തുടങ്ങി. സെപ്റ്റംബർ 8, 1888 ഒരു ശനിയാഴ്ച പുലർച്ചെ 29 ഹാൻബറി സ്ട്രീറ്റ് എന്ന വിലാസത്തിലുള്ള ഒരു കെട്ടിടത്തിന്റെ പുറകിലുള്ള മുറ്റത്തേക്ക് ജോൺ ഡേവിസ് എന്ന പ്രായമായ താമസക്കാരൻ നടന്നുചെന്നു. സമയം രാവിലെ 6 മണിയോടടുക്കുന്നു. ആ കെട്ടിടത്തിലെ മുകളിലെത്തി നിലയിൽ താമസിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. എന്നാൽ അവിടേക്കുള്ള പടികളിറങ്ങിച്ചെന്ന അയാൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. മുറ്റത്തെ വേലിക്കരികിലായി ഒരു സ്ത്രീ കിടക്കുന്നു. ആദ്യത്തെ കാഴ്ചയിൽ മേരിയാന്റെ മൃതദേഹം കണ്ട ചാൾസ് ക്രോസിനെപ്പോലെ ഇതും മദ്യപിച്ചു ബോധം കെട്ടുകിടക്കുന്ന ഒരു സ്ത്രീയായിരിക്കാമെന്ന് ഡേവിസും കരുതി. പക്ഷെ എന്തോ ഒരു പന്തികേട് തോന്നിയ അയാൾ അല്പം കൂടി അടുത്തുചെന്നു. ആ കാഴ്ച അയാളുടെ സമനില തെറ്റിക്കുന്നതായിരുന്നു. രണ്ടാമതൊന്നു നോക്കാൻ ധൈര്യമില്ലാതെ അയാൾ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. കെട്ടിടത്തിലുണ്ടായിരുന്ന മറ്റു താമസക്കാർ ഓടിക്കൂടി. താമസിയാതെ പോലീസുമെത്തി. കൊല്ലപ്പെട്ടത് 47 വയസ്സുകാരിയായ ആനി ചാപ്മാനാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഡാർക്ക് ആനി എന്നായിരുന്നു അവൾ അറിയപ്പെട്ടിരുന്നത്. ഭർത്താവിന്റെ മരണം ശേഷം ജീവിതം വഴിമുട്ടിയ ആനി ചാപ്മാനും മേരിയാനിനെപ്പോലെ തന്നെ താൽക്കാലിക താമസ സ്ഥലങ്ങളിലും തെരുവുകളിലുമായിരുന്നു കഴിഞ്ഞിരുന്നത്. കൊലപാതകം നടക്കുന്ന രാത്രിയിൽ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് അവരെയും ലോഡ്ജിംഗ് ഹൗസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ആനി ചാപ്മാന്റെ മൃതദേഹം കിടന്നിരുന്ന രീതിയും മുറിവുകളുടെ സ്വഭാവവും പോലീസിനെ ഞെട്ടിച്ചു. മേരിയാനിനേക്കാൾ ക്രൂരമായാണ് ആനിയെ കൊലപ്പെടുത്തിയിരുന്നത്. കഴുത്ത് ആഴത്തിൽ മുറിച്ചിരുന്നു. അതിനു പുറമേ വയറുകീറി ആന്തരികാവയവങ്ങൾ പുറത്തെടുത്തിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഗർഭപാത്രവും മൂത്രസഞ്ചിയുടെ ഒരു ഭാഗവും അപ്രത്യക്ഷമായിരുന്നു. കൊലയാളി അതീവ ശ്രദ്ധയോടെയും വൈദഗ്ധ്യത്തോടെയുമാണ് ഇതു ചെയ്തിരിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ജോർജ് ബാക്സ്റ്റർ ഫിലിപ്സ് അഭിപ്രായപ്പെട്ടു. ശരീരഘടനയെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ഒരാൾക്ക് ഒരു ഡോക്ടർക്കോ സർജനോ അല്ലെങ്കിൽ ഒരു കശാപ്പുകാരനോ മാത്രമേ ഇത്ര കൃത്യതയോടെ ഇതു ചെയ്യാൻ സാധിക്കൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഈ കൊലപാതകത്തോടെ ഒരു കാര്യം വ്യക്തമായി. വൈറ്റ് ചാപ്പലിൽ വിലസുന്നത് ഒരു സാധാരണ കുറ്റവാളിയല്ല, മറിച്ച് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഒരു സൈക്കോപാത്താണ്, ഒരു ഭ്രാന്തൻ. അയാളുടെ ഇരകൾ ഒരേ തരത്തിലുള്ളവരായിരുന്നു. ദരിദ്രരായ തെരുവിലന്തിയുറങ്ങുന്ന സ്ത്രീകൾ. കൊലപാതകത്തിന്റെ രീതിയും ഏതാണ്ട് സമാനമായിരുന്നു. കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം ശരീരം വികൃതമാക്കുക. പോലീസിന്റെ അന്വേഷണം ഊർജിതമായി. സംഭവസ്ഥലത്തുനിന്നും ചില സൂചനകൾ ലഭിച്ചു. ആനിയുടെ മൃതദേഹത്തിനടുത്തുനിന്ന് ഒരു തുകൽ ഏപ്രണും ചില നാണയങ്ങളും ഭംഗിയായി മടക്കിവെച്ച ഒരു തൂവലും കണ്ടെടുത്തു. ഇതോടെ ലെതർ ഏപ്രൺ എന്ന വിളിപ്പേരുള്ള പ്രാദേശിക കുറ്റവാളിയിലേക്ക് പോലീസിന്റെ സംശയം നീണ്ടു. അയാൾ ഈ പ്രദേശത്തെ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നയൊരാളായിരുന്നു. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്തെങ്കിലും കൊലപാതകം നടന്ന സമയത്ത് അയാൾക്ക് മറ്റു സ്ഥലങ്ങളിലായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതോടെ വെറുതെ വിടേണ്ടി വന്നു. അതേസമയം എലിസബത്ത് ലോങ് എന്ന ഒരു സ്ത്രീയുടെ മൊഴി പോലീസിന് ലഭിച്ചു. കൊലപാതകം നടക്കുന്ന സമയത്തിന് തൊട്ടുമുൻപ് ഏകദേശം പുലർച്ചെ 5:30 ഹാൻബറി സ്ട്രീറ്റിലെ 29-ാം നമ്പർ വീടിന്റെ മുൻപിൽ വച്ച് താൻ ആനി ചാപ്മാനെ കണ്ടിരുന്നു എന്നായിരുന്നു അവരുടെ മൊഴി. ആനിയുടെ കൂടെ ഒരു പുരുഷനുമുണ്ടായിരുന്നു. ഇരുണ്ട മുടിയും ബ്രൗൺ കോട്ടും ധരിച്ച മാന്യൻ എന്ന് തോന്നിക്കുന്നയൊരാളായിരുന്നു അത്. വിൽ യു എന്നയാൾ ചോദിക്കുന്നതും യെസ് എന്ന് ആനി മറുപടി പറയുന്നതും താൻ കേട്ടതായി
എലിസബത്ത് പോലീസിനോട് പറഞ്ഞു. ഇതായിരിക്കാം കൊലയാളിയെന്ന് പോലീസ് സംശയിച്ചു. എന്നാൽ നേരം പുലർന്നുവരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ടും അയാളുടെ മുഖം വ്യക്തമായി കാണാൻ സാധിക്കാത്തതുകൊണ്ടും കൂടുതൽ വിവരങ്ങൾ നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. രണ്ടാമത്തെ കൊലപാതകം ലണ്ടൻ നഗരത്തെ ഒന്നനങ്കം ഭീതിയിലാക്കി. പത്രങ്ങൾ ഈ വാർത്തകൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. വൈറ്റ് ചാപ്പലിലെ കൊലപാതക പരമ്പരയെക്കുറിച്ച് നാടകീയമായ വിവരണങ്ങളും ഊഹാപോഹങ്ങളും കൊണ്ട് പത്രത്താളുകൾ നിറഞ്ഞു. കൊലയാളിക്ക് പത്രങ്ങൾ പല പേരുകൾ നൽകി. എന്നാൽ താമസിയാതെ ലോകം ഇന്നുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ചേറ്റവും ഭയാനകമായ ആ പേര് പിറവിയെടുക്കാൻ പോകുകയായിരുന്നു. കൊലയാളി സ്വയം വെളിപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു. പോലീസിനെയും ലോകത്തെയും പരിഹസിച്ചുകൊണ്ട് അയാൾ തന്റെ അടുത്ത നീക്കത്തിനൊരുങ്ങുകയായിരുന്നു. വൈറ്റ് ചാപ്പലിലെ തെരുവുകൾ ഇനിയും ചോര വീഴാൻ കാത്തിരുന്നു. 2 ക്രൂരമായ കൊലപാതകങ്ങൾക്കു ശേഷം വൈറ്റ് ചാപ്പൽ ഒരു ഭയത്തിന്റെ തടവറയായി മാറി. രാത്രിയായാൽ ജനങ്ങൾ വീടുകളിൽ ഒതുങ്ങിക്കൂടി. ഗ്യാസ് വിളക്കുകളുടെ മങ്ങിയ വെളിച്ചത്തിൽ നിഴലുകൾക്കുപോലും ഭീകരരൂപം കൈവന്നു. ഓരോ കാൽപ്പെരുമാറ്റവും സംശയത്തോടെ വീക്ഷിക്കപ്പെട്ടു. പോലീസ് അന്വേഷണം എങ്ങുമെത്താതെ നിന്നു. കൊലയാളിയെക്കുറിച്ച് യാതൊരു തുമ്പും ലഭിച്ചില്ല. ഈ അവസരം മുതലെടുത്ത് പത്രങ്ങൾ ഭാവനയിൽ തോന്നിയ കഥകൾ മെനഞ്ഞു. ലണ്ടനിലെ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പടർത്തുന്നതിൽ പത്രങ്ങൾ വലിയൊരു പങ്കുവഹിച്ചു. ഇതിനിടയിലാണ് 1888 സെപ്റ്റംബർ 27 ലണ്ടനിലെ സെൻട്രൽ ന്യൂസ് ഏജൻസിക്ക് ഒരു കത്തു ലഭിക്കുന്നത്. ചുവന്ന മഷിയിലെഴുതിയ ആ കത്ത് പോലീസിനെയും പൊതുജനത്തെയും ഒരുപോലെ വെല്ലുവിളിക്കുന്ന ഒന്നായിരുന്നു. കത്ത് ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട മേലധികാരി, പോലീസുകാർ എന്നെ പിടിക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് ഞാൻ കേൾക്കുന്നു. പക്ഷേ അവർക്കതിനു കഴിയില്ല. അവർ വളരെ മിടുക്കന്മാരാണെന്ന് നടിക്കുന്നത് കാണുമ്പോൾ എനിക്കു ചിരി വരുന്നു. ആ ലെതർ ഏപ്രൺ എന്ന ഊമയെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ ശരിക്കും രസിപ്പിച്ചു. എനിക്കു വേശ്യകളോട് ദേഷ്യമാണ്. അവരെ വേട്ടയാടുന്നത് ഞാൻ നിർത്തുകയുമില്ല. കഴിഞ്ഞ തവണത്തെ ജോലി വളരെ ഗംഭീരമായിരുന്നു. ആ സ്ത്രീക്ക് നിലവിളിക്കാൻ ഞാൻ അവസരം കൊടുത്തില്ല. അവരെ എങ്ങനെയാണ് ഞാൻ തീർത്തതെന്ന് അവർക്കു പിടികിട്ടിയിട്ടില്ല. ഞാൻ ഉടൻ തന്നെ വീണ്ടും ജോലിക്കിറങ്ങും. എനിക്കിഷ്ടപ്പെട്ട ഭംഗിയുള്ള ഒരു കത്തിയുണ്ട്. അത് വീണ്ടും ഉപയോഗിക്കാൻ എനിക്ക് തിടുക്കമായി. ഭാഗ്യം തുണയ്ക്കട്ടെ. സ്നേഹത്തോടെ, ജാക്ക് ദ റിപ്പർ. ഈ കത്തിലാണ് ലോകമാദ്യമായി ആ പേരു കേൾക്കുന്നത്, ജാക്ക് ദി റിപ്പർ. റിപ്പർ എന്ന വാക്കിന് കീറിമുറിക്കുന്നവൻ, കുത്തിപ്പറിക്കുന്നവൻ എന്നൊക്കെയാണർത്ഥം. കത്തിന്റെ അവസാനം എന്നെ പിടിക്കുന്നതുവരെ ഈ കത്ത് പ്രസിദ്ധീകരിക്കരുത് എന്നെഴുതിയിരുന്നു. അതോടൊപ്പം അടുത്ത ഇരയുടെ ചെവി മുറിച്ചെടുത്ത് പോലീസിന് അയച്ചു കൊടുക്കുമെന്നും ഒരു പോസ്റ്റ് സ്ക്രിപ്റ്റായി കുറിച്ചിരുന്നു. ആദ്യം പോലീസ് കരുതിയത് ഇതാരോ തമാശയ്ക്ക് ചെയ്തതാണെന്നാണ്. ഒരു പത്രപ്രവർത്തകനോ മറ്റോ വാർത്തകൾക്ക് കൂടുതൽ പ്രചാരം കിട്ടാൻ വേണ്ടി അയച്ച ഒരു വ്യാജ കത്തായിരിക്കാം ഇതെന്ന് അവർ സംശയിച്ചു. അതുകൊണ്ട് അവരാ കത്ത് പരസ്യപ്പെടുത്തിയില്ല. എന്നാൽ 3 ദിവസങ്ങൾക്കു ശേഷം നടന്ന സംഭവങ്ങൾ ആ കത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. ലണ്ടൻ നഗരം അന്നേ തന്നെ കണ്ടിട്ടില്ലാത്ത ക്രൂരതയ്ക്കാണ് ആ രാത്രി സാക്ഷ്യം വഹിച്ചത്. സെപ്റ്റംബർ 30 ഞായറാഴ്ച ഒരൊറ്റ രാത്രിയിൽ ജാക്ക് ദ റിപ്പർ 2 പേരെയാണ് കൊലപ്പെടുത്തിയത്. ചരിത്രത്തിൽ ഈ സംഭവം ദ ഡബിൾ ഇവന്റ് എന്നറിയപ്പെടുന്നു. അന്ന് രാത്രി 1 മണിയോടടുത്ത് ലൂയിസ് ഡീംഷൂട്ട്സ് എന്നയാൾ തന്റെ കുതിരവണ്ടിയിൽ വൈറ്റ് ചാപ്പലിലെ ബെർണർ സ്ട്രീറ്റിലുള്ള ഒരു ക്ലബ്ബിന്റെ മുറ്റത്തേക്ക് പ്രവേശിച്ചു. മുറ്റം ഇരുട്ടായിരുന്നു. അയാളുടെ കുതിര മുന്നോട്ടു പോകാൻ മടിച്ചു നിന്നു. വഴിയിലെന്തോ തടസ്സമുള്ളതുപോലെ തോന്നി. വണ്ടിയിൽ നിന്നിറങ്ങി ഒരു തീപ്പെട്ടി ഉരച്ചു നോക്കിയപ്പോൾ അയാൾ കണ്ടത് നിലത്തുകിടക്കുന്ന ഒരു സ്ത്രീരൂപത്തെയാണ്. അപ്പോഴും ജീവനുണ്ടെന്ന് കരുതി അയാൾ ക്ലബ്ബിനകത്തേക്ക് ഓടിച്ചെന്ന ആളുകളെ വിളിച്ചുകൊണ്ടുവന്നു. എന്നാൽ ആ സ്ത്രീ മരിച്ചിരുന്നു. കൊല്ലപ്പെട്ടത് എലിസബത്ത് സ്ട്രൈഡ് എന്ന 45 വയസ്സുകാരിയായിരുന്നു. സ്വീഡനിൽ ജനിച്ചവയവർ ലോങ് ലിസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അവരുടെ കഴുത്തിലൊരു മുറിവുണ്ടായിരുന്നു. പക്ഷേ മുൻപത്തെ കൊലപാതകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശരീരം കാര്യമായി വികൃതമാക്കിയിരുന്നില്ല. ലൂയിസ് ഡീംഷൂട്ട്സ് അവിടേക്ക് വന്നതുകൊണ്ട് കൊലയാളിക്ക് തന്റെ ജോലി പൂർത്തിയാക്കാൻ സാധിക്കാതെ ഓടി രക്ഷപ്പെട്ടതാവാമെന്ന് പോലീസ് അനുമാനിച്ചു. കൊലപാതകം നടന്നിട്ട് ഏതാനും മിനിറ്റുകൾ മാത്രമേ ആയിരുന്നുള്ളൂ. കൊലയാളി അപ്പോഴും ആ പരിസരത്തുണ്ടായിരുന്നു. എലിസബത്ത് സ്ട്രൈഡിന്റെ കൊലപാതകത്തിൽ നിരാശനായ റിത്തർ
തന്റെ അടങ്ങാത്ത ക്രൂരത തീർക്കാൻ പുതിയ ഒരിരയെ തേടി ആ രാത്രി തന്നെ വീണ്ടും തെരുവിലിറങ്ങി. ആദ്യ കൊലപാതകം നടന്ന 45 മിനിറ്റിനകം 1 മൈലിൽ താഴെ മാത്രം ദൂരമുള്ള മൈറ്റർ സ്ക്വയർ എന്ന സ്ഥലത്തുവെച്ച് അയാൾ തന്റെ രണ്ടാമത്തെ ഇരയെ പുലർച്ചെ 1:45 PC എഡ്വേർഡ് വാറ്റ്കിൻ എന്ന പോലീസുകാരൻ തന്റെ പതിവ് പെട്രോളിങ്ങിനിടെ മൈറ്റർ സ്ക്വയറിലെ ഒരു മൂലയിൽ എന്തോ കിടക്കുന്നത് കണ്ടു. ടോർച്ച് തെളിച്ചുനോക്കിയ അദ്ദേഹം ഭയന്ന് വിറച്ചുപോയി. അവിടെ കിടന്നിരുന്നത് കാത്തറിൻ എഡ്ഡോസ് എന്ന 46 വയസ്സുകാരിയുടെ മൃതദേഹമായിരുന്നു. അതിക്രൂരമായി വികൃതമാക്കപ്പെട്ട നിലയിലായിരുന്നു ശരീരം. മുഖം തിരിച്ചറിയാനാവാത്ത വിധം കീറിമുറിച്ചിരുന്നു. വയറ് കീറി ആന്തരികാവയവങ്ങൾ പുറത്തെടുത്തിരുന്നു. അവളുടെ ഒരു വൃക്കയും ഗർഭപാത്രത്തിന്റെ വലിയൊരു ഭാഗവും നഷ്ടപ്പെട്ടിരുന്നു. ഡിയർ ബോസ് എന്ന കത്തിൽ പറഞ്ഞതുപോലെ അവളുടെ ഒരു ചെവി ഭാഗികമായി മുറിച്ചെടുത്തിരുന്നു. ഈ കൊലപാതകത്തോടെ ഒരു കാര്യം ഉറപ്പായി. ഡിയർ ബോസ് എന്ന കത്ത് അയച്ചത് കൊലയാളി തന്നെയായിരുന്നു. കാരണം ചെവി മുറിക്കും എന്നുള്ള കാര്യം പോലീസിനും കത്തയച്ചയാൾക്കും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഇതിനിടയിൽ പോലീസിനെ കുഴക്കിയ മറ്റൊരു സംഭവം കൂടിയുണ്ടായി. കാത്തറിൻ എഡ്ഡോസിന്റെ കൊലപാതകം നടന്ന സ്ഥലത്തുനിന്ന് അധികം ദൂരെയല്ലാതെ ഗൗൾസ്റ്റൺ സ്ട്രീറ്റിലെ ഒരു കെട്ടിടത്തിന്റെ വാതിൽക്കൽ രക്തം പുരണ്ട ഒരു തുണിക്കഷ്ണം കണ്ടെത്തി. അത് കാത്തറിന്റെ വസ്ത്രത്തിന്റെ ഭാഗമാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. ആ തുണിക്കഷ്ണം കിടന്ന ഭിത്തിയിൽ ചോക്കുകൊണ്ട് ഇങ്ങനെ എഴുതിയിരുന്നു: "The Jews are the men that will not be blamed for nothing." അഥവാ യഹൂദന്മാരാണ് ആ മനുഷ്യർ, അവരെ ഒന്നിനും കുറ്റപ്പെടുത്താനാവില്ല. ഈ വാചകത്തിന്റെ അർത്ഥമെന്താണെന്ന് ഇന്നും തർക്കവിഷയമാണ്. ഈ എഴുത്ത് യഹൂദന്മാർക്കെതിരെ ഒരു കലാപത്തിന് കാരണമായേക്കുമെന്ന് ഭയന്ന ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് കമ്മീഷണർ സർ ചാൾസ് വാരൻ അതിന്റെ ഫോട്ടോ എടുക്കുന്നതിന് മുൻപ് തന്നെ അത് മായ്ച്ചു കളയാൻ ഉത്തരവിട്ടു. നിർണായകമായ ഒരു തെളിവ് നശിപ്പിച്ചതിന് അദ്ദേഹം പിന്നീട് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടു. ഒരൊറ്റ രാത്രിയിലെ 2 കൊലപാതകങ്ങൾ ലണ്ടൻ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമാക്കി. ജാക്ക് ദി റിപ്പർ എന്ന അദൃശ്യനായ കൊലയാളി പോലീസിനെയും നിയമവ്യവസ്ഥയെയും പരസ്യമായി വെല്ലുവിളിക്കുകയായിരുന്നു. അവന്റെ ക്രൂരതയ്ക്ക് അതിരുകളില്ലായിരുന്നു. ഭയം അതിന്റെ പാരമ്യത്തിലെത്തി. പക്ഷേ റിപ്പറിന്റെ രക്തദാഹം അപ്പോഴും അവസാനിച്ചിരുന്നില്ല. ഏറ്റവും ഭീകരമായ അന്ത്യം ഇനിയും വരാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. ഒരൊറ്റ രാത്രിയിൽ നടന്ന ഇരട്ട കൊലപാതകങ്ങളുടെ നടുക്കിൽ നിന്ന് ലണ്ടൻ നഗരം മുക്തമാകുന്നതിനു മുൻപ് തന്നെ കൊലയാളി വീണ്ടും തന്റെ സാന്നിധ്യം അറിയിച്ചു. ഇത്തവണ ഒരു കത്തിലൂടെയായിരുന്നില്ല, മറിച്ച് പോലീസിനെയും പൊതുജനത്തെയും ഒരുപോലെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഒരു പാർസലിലൂടെയായിരുന്നു. ഡബിൾ ഇവന്റ് നടന്ന ദിവസങ്ങൾക്കുള്ളിൽ വൈറ്റ്ചാപ്പലിലെ ജനങ്ങൾ സ്വയം രക്ഷയ്ക്കായി ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. വൈറ്റ്ചാപ്പൽ വിജിലൻസ് കമ്മിറ്റി എന്നായിരുന്നു അതിന്റെ പേര്. പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തനല്ലാത്ത സാധാരണക്കാരായിരുന്നു അതിലെ അംഗങ്ങൾ. അവർ സ്വന്തമായി രാത്രികാല പട്രോളിംഗും മറ്റും നടത്തിയിരുന്നു. ഈ കമ്മിറ്റിയുടെ തലവനായിരുന്നു ജോർജ് ലസ്ക്. 1888 ഒക്ടോബർ 16 ജോർജ് ലസ്കിന്റെ വിലാസത്തിൽ ഒരു ചെറിയ കാർഡ്ബോർഡ് പെട്ടി തപാലിൽ ലഭിച്ചു. പെട്ടി തുറന്നു നോക്കിയ ലസ്ക് ഞെട്ടിപ്പോയി. അതിനകത്ത് പകുതിയായി മുറിച്ച ഒരു മനുഷ്യന്റെ വൃക്ക അഥവാ കിഡ്നിയായിരുന്നു. അതോടൊപ്പം ഒരു കത്തുമുണ്ടായിരുന്നു. വളരെ മോശം കൈയക്ഷരത്തിലും വ്യാകരണ തെറ്റുകളോടും കൂടിയ ആ കത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: "നരകത്തിൽ നിന്ന് മിസ്റ്റർ ലസ്ക്, ഒരു സ്ത്രീയിൽ നിന്ന് ഞാൻ എടുത്ത വൃക്കയുടെ പകുതി നിങ്ങൾക്കായി അയക്കുന്നു. മറ്റേ പകുതി ഞാൻ വറുത്തു തിന്നു. വളരെ രുചികരമായിരുന്നു. കുറച്ചുകൂടെ കാലം കാത്തിരിക്കുകയാണെങ്കിൽ അതെടുത്ത രക്തം പുരണ്ട കത്തിയും ഞാൻ നിങ്ങൾക്കയച്ചു തന്നേക്കാം. ഒപ്പ്, കഴിയുമെങ്കിൽ എന്നെ പിടിക്കുക." ഈ കത്ത് ഫ്രം ഹെൽ ലെറ്റർ എന്നു പേരിൽ കുപ്രസിദ്ധമായി. കാതറിൻ എഡ്ഡോസിന്റെ ശരീരത്തിൽ നിന്ന് ഒരു വൃക്ക നഷ്ടപ്പെട്ടിരുന്നു എന്ന സാധ്യത പോലീസിനറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ ഈ കത്തും അതോടൊപ്പമുള്ള വൃക്കയും കൊലയാളി നേരിട്ടയച്ചതാകാനുള്ള സാധ്യത അവർ തള്ളിക്കളഞ്ഞില്ല. ലസ്ക് ഉടൻ തന്നെ ആ പെട്ടി പോലീസിന് കൈമാറി. ഡോക്ടർ തോമസ് ഓപ്പൺഷോ എന്ന വിദഗ്ധൻ ആ വൃക്ക പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ഭയാനകമായിരുന്നു. അത് ഒരു മനുഷ്യ സ്ത്രീയുടെ ഇടതുവൃക്കയായിരുന്നു. അതിന്റെ ഉടമയ്ക്ക് ഏകദേശം 45 വയസ്സു പ്രായം വരും.
കൂടാതെ ആ സ്ത്രീക്ക് ബ്രൈറ്റ്സ് ഡിസീസ് എന്നറിയപ്പെടുന്ന ഒരുതരം വൃക്കരോഗമുണ്ടായിരുന്നതായും അദ്ദേഹം സ്ഥിരീകരിച്ചു. കാതറിൻ എഡ്ഡോസിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകളിലും അവൾക്ക് ഇതേ അസുഖമുണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിരുന്നു. ഇതോടെ ജാക്ക് ദി റിപ്പർ യഥാർത്ഥത്തിൽ തന്റെ ഇരയുടെ ശരീരഭാഗം പോലീസിനെ കളിയാക്കാനായി അയച്ചുകൊടുത്തുവെന്ന് ഏതാണ്ട് ഉറപ്പായി. ഈ വാർത്ത പത്രങ്ങളിലൂടെ പുറം ലോകം അറിഞ്ഞതോടെ ലണ്ടനിലെ ജനങ്ങളുടെ ഭയം അതിന്റെ പാരമ്യത്തിലെത്തി. തങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ഇരകളെ കൊന്നുതിന്നുന്ന ഒരു നരഭോജിയുണ്ടെന്ന ചിന്ത അവരെ വേട്ടയാടി. പോലീസ് അന്വേഷണത്തിന്റെ സമ്മർദ്ദം കൂടി. ആയിരക്കണക്കിന് ആളുകളെ ചോദ്യം ചെയ്തു. നൂറുകണക്കിന് വീടുകളിൽ കയറിയിറങ്ങി പരിശോധിച്ചു. ഡോക്ടർമാർ, കശാപ്പുകാർ, ജൂതന്മാർ, വിദേശികൾ തുടങ്ങി സംശയം തോന്നിയവരെയെല്ലാം നിരീക്ഷണത്തിലാക്കി. പക്ഷേ ഫലമുണ്ടായില്ല. ജാക്ക് ദി റിപ്പർ ഒരു മിഥ്യയെന്നോണം ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ ഇരുട്ടിൽ മറഞ്ഞുനിന്നു. ഒക്ടോബർ മാസം മുഴുവൻ വൈറ്റ് ചാപ്പൽ താരതമ്യേന ശാന്തമായിരുന്നു. പുതിയ കൊലപാതകങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഒരുപക്ഷേ കൊലയാളി ലണ്ടൻ വിട്ടുപോയിരിക്കാം, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കാം, അതുമല്ലെങ്കിൽ മരിച്ചുപോയിരിക്കാമെന്ന് ജനങ്ങൾ ആശ്വസിച്ചു തുടങ്ങി. ഭയത്തിന്റെ കാർമേഘങ്ങൾ ഒഴിഞ്ഞുപോകുകയാണെന്ന് അവർ കരുതി. എന്നാൽ അത് കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തതയായിരുന്നു. ജാക്ക് ദി റിപ്പർ തന്റെ ഏറ്റവും ക്രൂരവും പൈശാചികവുമായ കൊലപാതകത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. നവംബർ 9, 1888 വെള്ളിയാഴ്ച. ലണ്ടൻ നഗരം ലോർഡ് മേയേഴ്സ് ഷോ എന്ന ആഘോഷത്തിന്റെ തിരക്കിലായിരുന്നു. എന്നാൽ വൈറ്റ് ചാപ്പലിലെ ഇടുങ്ങിയ തെരുവുകളിൽ ആ ആഘോഷത്തിന്റെ വെളിച്ചം എത്തിച്ചേർന്നില്ല. അവിടെ ഡോർസെറ്റ് സ്ട്രീറ്റിൽ നിന്ന് തിരിയുന്ന മില്ലേഴ്സ് കോട്ട് എന്നറിയപ്പെടുന്ന ഒരു ചെറിയ വൃത്തിഹീനമായ ഇടനാഴിയിലെ 13-ാം നമ്പർ മുറിയിൽ മേരി ജെയിൻ കെല്ലി എന്ന 25 വയസ്സുകാരി താമസിച്ചിരുന്നു. മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തയായിരുന്നു മേരി കെല്ലി. അവൾ ചെറുപ്പമായിരുന്നു, സുന്ദരിയായിരുന്നു. അവൾക്ക് സ്വന്തമായൊരു മുറിയുണ്ടായിരുന്നു. ഒരു കിടക്കയും മേശയും കസേരയുമൊക്കെയുള്ള ഒരു കൊച്ചുമുറി. എങ്കിലും അവളുടെ ജീവിതവും മറ്റുള്ളവരെപ്പോലെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു. വാടക കൊടുക്കാൻ പണമില്ലാതെ അവൾ വിഷമിച്ചിരുന്നു. അന്നു രാത്രി പലരും മേരി കെല്ലിയെ തെരുവിൽ കണ്ടിരുന്നു. ഒരിടപാടുകാരനെ തേടി നടക്കുകയായിരുന്നു അവൾ. രാത്രി വൈകി ഏകദേശം 2 മണിയോടടുത്ത് മാന്യമായ വസ്ത്രം ധരിച്ച് മീശയുള്ള ഒരാളുടെ കൂടെ അവൾ തന്റെ മുറിയിലേക്ക് പോകുന്നത് അയൽവാസികളിൽ ചിലർ കണ്ടിരുന്നു. ഇടയ്ക്ക് അവളുടെ മുറിയിൽ നിന്നാരോ പാട്ടുപാടുന്ന ശബ്ദവും കേട്ടിരുന്നു. പിന്നീടെല്ലാം നിശബ്ദമായി. പിറ്റേന്ന് രാവിലെ ഏകദേശം 10:30 മുറിവാടക പിരിക്കാനായി ഭൂവുടമയുടെ സഹായിയായ തോമസ് ബോയർ മില്ലേഴ്സ് കോട്ടിലെത്തി. അയാൾ 13-ാം നമ്പർ മുറിയുടെ വാതിലിൽ പലതവണ മുട്ടി. അകത്തുനിന്ന് ഒരു പ്രതികരണവുമുണ്ടായില്ല. വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിരുന്നില്ല. അയാൾക്ക് സംശയം തോന്നി. വാതിലിനടുത്തുള്ള ജനലിന്റെ ഒരു ചില്ല് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൂടെ അകത്തേക്ക് നോക്കാൻ അയാൾ തീരുമാനിച്ചു. ഒരു തുണിക്കഷ്ണം കൊണ്ട് മറച്ച നിലയിലായിരുന്നു ആ വിടവ്. അയാൾ ആ തുണി മാറ്റി ഇരുട്ടുനിറഞ്ഞ ആ മുറിക്കുള്ളിലേക്കെത്തി നോക്കി. അകത്തുകണ്ട കാഴ്ച അയാളുടെ ജീവിതകാലം മുഴുവൻ വേട്ടയാടാൻ പോന്നതായിരുന്നു. അതൊരു കിടപ്പുമുറിയായിരുന്നില്ല, ഒരു അറവുശാല പോലെ തോന്നിപ്പിച്ചു. ഭയന്നുപോയ അയാൾ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. ഉടൻ തന്നെ പോലീസെത്തി. വാതിൽ ചവിട്ടിപ്പൊളിച്ച് അവർ അകത്തു കയറി. മുറിക്കുള്ളിലെ കാഴ്ച പരിചയസമ്പന്നരായ പോലീസുകാരെപ്പോലും നടുക്കുന്നതായിരുന്നു. ജാക്ക് ദി റിപ്പർ തന്റെ ക്രൂരതയുടെ കിരീടം ചൂടിയത് ആ മുറിയിലായിരുന്നു. മില്ലേഴ്സ് കോട്ടിലെ 13-ാം നമ്പർ മുറിക്കുള്ളിലെ കാഴ്ച ലണ്ടൻ പോലീസ് അന്നുവരെ നേരിട്ട ഒരു കുറ്റകൃത്യത്തിന്റെ ദൃശ്യങ്ങളുമായും താരതമ്യം ചെയ്യാൻ കഴിയുന്നതായിരുന്നില്ല. അത് കേവലം ഒരു കൊലപാതകമായിരുന്നില്ല, മറിച്ച് ഒരു മനുഷ്യശരീരത്തോട് ചെയ്യാൻ കഴിയുന്നതിന്റെ ഏറ്റവും പൈശാചികമായ രൂപമായിരുന്നു. ഒരു അറവുശാലയേക്കാൾ ഭീകരമായിരുന്നു ആ കൊച്ചുമുറി. കിടക്കയിലായിരുന്നു മേരി കെല്ലിയുടെ മൃതദേഹം. എന്നാൽ അതൊരു മനുഷ്യ ശരീരമാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അത്. മുൻനിരകളിൽ നിന്ന് വ്യത്യസ്തമായി മേരി കെല്ലി വസ്ത്രങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ട നിലയിലായിരുന്നു. അവളുടെ മുഖം, കഴുത്ത്, നെഞ്ച്, വയറ് തുടങ്ങി ശരീരം മുഴുവൻ അതിക്രൂരമായി കീറിമുറിക്കപ്പെട്ടിരുന്നു. മുഖത്തെ തൊലിയും മാംസവും ചെത്തിമാറ്റി എല്ലുകൾ പുറത്തുകാണുന്ന രൂപത്തിലാക്കിയിരുന്നു. ആന്തരികാവയവങ്ങൾ പൂർണ്ണമായും പുറത്തെടുത്ത് മുറിയിൽ പലയിടത്തായി വെച്ചിരുന്നു. ചിലത് കിടക്കയിൽ തന്നെ, മറ്റു ചിലത് കട്ടിലിനരികിലെ ചെറിയ മേശപ്പുറത്ത്.
വേറെ ചിലത് ചിമ്മിനിക്ക് സമീപം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അവളുടെ ഹൃദയം മാത്രം ആ മുറിയിൽ നിന്ന് കണ്ടെത്താനായില്ല. കൊലയാളി അത് കൂടെ കൊണ്ടുപോയിരുന്നു. ഈ ക്രൂരകൃത്യം ചെയ്യാൻ കൊലയാളിക്ക് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടാകുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. കൊലപാതകം നടക്കുമ്പോൾ മേരി കെല്ലി മദ്യലഹരിയിൽ ഉറങ്ങുകയായിരുന്നിരിക്കാം എന്നും കഴുത്തറുത്താണ് ആദ്യം കൊലപ്പെടുത്തിയതെന്നും അതുകൊണ്ടവൾക്ക് നിലവിളിക്കാനോ ചെറുത്തുനിൽക്കാനോ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നും പോലീസ് അനുമാനിച്ചു. ഈ കൊലപാതകം മുൻപത്തെ കൊലപാതകങ്ങളിൽ നിന്നെല്ലാം പലതുകൊണ്ടും വ്യത്യസ്തമായിരുന്നു. മറ്റെല്ലാ കൊലപാതകങ്ങളും നടന്നത് പൊതുസ്ഥലങ്ങളിൽ, തെരുവോരങ്ങളിലോ കെട്ടിടങ്ങളുടെ പിൻമുറ്റങ്ങളിലോ ആയിരുന്നു. കൊലയാളിക്കെപ്പോഴും പിടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ അയാൾക്ക് തന്റെ കൃത്യം വേഗത്തിൽ നിർവഹിച്ച് ഓടി രക്ഷപ്പെടേണ്ടിയിരുന്നു. എന്നാൽ മേരി കെല്ലിയുടെ കാര്യത്തിൽ കൊലപാതകം നടന്നത് ഒരു അടച്ചിട്ട മുറിയിലായിരുന്നു, ഇരയുടെ സ്വന്തം മുറിയിൽ. കൊലയാളിക്ക് തിടുക്കമില്ലായിരുന്നു. ആരും ശല്യപ്പെടുത്തില്ല എന്ന പൂർണ്ണബോധ്യത്തോടെ മണിക്കൂറുകളോളം സമയമെടുത്ത് തന്റെ പൈശാചികമായ ആനന്ദം കണ്ടെത്തുകയായിരുന്നു അയാൾ. അയാളുടെ ക്രൂരതയുടെ യഥാർത്ഥ മുഖം പൂർണ്ണമായി വെളിവായത് ആ മുറിയിലായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇൻസ്പെക്ടർ ഫ്രെഡറിക് അബർലൈൻ പോലും ആ ദൃശ്യം കണ്ട് തരിച്ചുപോയി. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇതുപോലെ ഒരെണ്ണം കണ്ടിട്ടില്ല എന്നും ഇതൊരു പിശാചിന്റെ പ്രവൃത്തിയാണെന്നും അദ്ദേഹം പിന്നീട് രേഖപ്പെടുത്തി. പോലീസ് അന്വേഷണം മേരി കെല്ലിയുമായി അടുപ്പമുണ്ടായിരുന്നവരിലേക്ക് നീണ്ടു. പ്രധാനമായും ഉയർന്നുവന്ന പേരാണ് ജോസഫ് ബാർനെറ്റ് എന്നത്. മേരി കെല്ലിയുടെ മുൻ കാമുകനായിരുന്നു അയാൾ. കൊലപാതകം നടക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മേരി വീണ്ടും വേശ്യാവൃത്തിയിലേക്ക് തിരിഞ്ഞതിന്റെ പേരിൽ വഴക്കിട്ട് അയാൾ ആ മുറി വിട്ടുപോയി. അതിനാൽ സ്വാഭാവികമായും സംശയം അയാളിലേക്ക് നീണ്ടു. പോലീസ് അയാളെ വിശദമായി ചോദ്യം ചെയ്തു. എന്നാൽ കൊലപാതകം നടന്ന രാത്രിയിൽ അയാൾ മറ്റൊരിടത്തായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചു. കൂടാതെ അയാളുടെ സ്വഭാവവും പെരുമാറ്റവും ഇത്രയും ക്രൂരമായ ഒരു കൃത്യം ചെയ്യാൻ പോന്നതല്ലെന്ന് പോലീസിന് ബോധ്യമായി. അങ്ങനെ ജോസഫ് ബാർനെറ്റിനെതിരെയുള്ള സംശയങ്ങൾ അവസാനിച്ചു. മേരി കെല്ലിയുടെ കൊലപാതകം ജാക്ക് ദ റിപ്പർ നടത്തിയ അവസാനത്തെ കൊലപാതകമായാണ് ഔദ്യോഗികമായി കണക്കാക്കപ്പെടുന്നത്. കനോനിക്കൽ 5 എന്ന് വിളിക്കപ്പെടുന്ന 5 ഇരകളിൽ അവസാനത്തെയാളായിരുന്നു മേരി കെല്ലി. ഈ കൊലപാതകത്തിന് ശേഷം വൈറ്റ് ചാപ്പലിലെ തെരുവുകൾ ശാന്തമായി. ജാക്ക് ദ റിപ്പറിന്റെ കൊലപാതക പരമ്പര അപ്രതീക്ഷിതമായി അവിടെ അവസാനിക്കുകയായിരുന്നു. എന്തുകൊണ്ട്? ഈ ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു. എന്തുകൊണ്ടാണ് ജാക്ക് ദ റിപ്പർ തന്റെ കൊലപാതകങ്ങൾ പെട്ടെന്ന് നിർത്തിയത്? ഇതിന് പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. ഒരുപക്ഷേ കൊലയാളി മരിച്ചിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുറ്റകൃത്യത്തിന് പിടികിടായി ജയിലിലോ മാനസികാരോഗ്യ കേന്ദ്രത്തിലോ അടയ്ക്കപ്പെട്ടിരിക്കാം. ചിലർ വിശ്വസിക്കുന്നത് അയാൾ രാജ്യം വിട്ട് മറ്റേതെങ്കിലും നാട്ടിലേക്ക് കുടിയേറിയിരിക്കാം എന്നാണ്. മറ്റൊരു സാധ്യത, മേരി കെല്ലിയുടെ കൊലപാതകത്തോടെ അയാൾ തന്റെ ലക്ഷ്യം പൂർത്തിയാക്കി സ്വയം നിർത്തിയതാവാം. അല്ലെങ്കിൽ പിടിക്കപ്പെടുമെന്ന ഭയം കൊണ്ടോ താൻ ചെയ്ത ക്രൂരതയുടെ ഭീകരത തിരിച്ചറിഞ്ഞോ അയാൾ നിർത്തിയിരിക്കാം. കാരണമെന്തുതന്നെയായാലും 1888 ശരത്കാലത്തെ ഭീതിയിലാഴ്ത്തിയ ആ കൊലപാതക പരമ്പരയ്ക്ക് തിരശ്ശീല വീണു. പക്ഷെ ജാക്ക് ദ റിപ്പർ എന്ന പേര് ചരിത്രത്തിൽ നിന്ന് മാഞ്ഞുപോയില്ല. യഥാർത്ഥത്തിൽ കൊലപാതകങ്ങൾ നിലച്ചപ്പോൾ മറ്റൊരു അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കുറ്റാന്വേഷണങ്ങളിലൊന്ന്. ആരായിരുന്നു ജാക്ക് ദ റിപ്പർ? ആ ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള യാത്ര നൂറ്റാണ്ടുകൾക്കിപ്പുറവും തുടരുകയാണ്. മേരി കെല്ലിയുടെ കൊലപാതകത്തോടെ വൈറ്റ് ചാപ്പലിലെ കൊലപാതക പരമ്പര അവസാനിച്ചു. പക്ഷേ ജാക്ക് ദി റിപ്പറിന്റെ കഥ അവസാനിച്ചില്ല. യഥാർത്ഥത്തിൽ അത് പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയായിരുന്നു. കൊലയാളി ആരായിരുന്നു എന്ന ചോദ്യം ലണ്ടൻ നഗരത്തെയും സ്കോട്ട്ലൻഡ് യാർഡിനെയും ഒരുപോലെ വേട്ടയാടി. ചരിത്രത്തിലെ ഏറ്റവും വലിയ കുറ്റാന്വേഷണങ്ങളിലൊന്നിന് അതോടെ തുടക്കമായി. കൊലപാതകങ്ങൾ നടന്ന് 130-ലധികം വർഷങ്ങൾ പിന്നിട്ടിട്ടും റിപ്പറിയോളജി എന്ന പേരിൽ ഒരു പഠനശാഖ തന്നെ രൂപം കൊണ്ടു. ജാക്ക് ദി റിപ്പറിന്റെ യഥാർത്ഥ മുഖം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഗവേഷകരും എഴുത്തുകാരും ചരിത്രകാരന്മാരുമടങ്ങുന്ന ഒരു വലിയ കൂട്ടായ്മയാണത്. അക്കാലത്തെ പോലീസിന്റെ അന്വേഷണം വളരെ വിപുലമായിരുന്നു. 2000-ലധികം ആളുകളെ ചോദ്യം ചെയ്തു. 300ഓളം പേരെ സംശയത്തിന്റെ പേരിൽ നിരീക്ഷിച്ചു. 80ഓളം പേരെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇന്നത്തെ പോലെയുള്ള ശാസ്ത്രീയ കുറ്റാന്വേഷണ രീതികൾ അന്ന് നിലവിലുണ്ടായിരുന്നില്ല.
വിരലടയാളം, ഫിംഗർ പ്രിന്റിംഗ്, DNA പരിശോധന, CCTV ദൃശ്യങ്ങൾ തുടങ്ങിയവയൊന്നും പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നില്ല. കൊലപാതക സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിലും അന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചിരുന്നു. ജനക്കൂട്ടം പലപ്പോഴും തെളിവുകൾ നശിപ്പിച്ചു. ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കൊലയാളിയെ കണ്ടെത്തുക എന്നത് അസാധ്യമായ ഒരു ദൗത്യമായിരുന്നു. കാലക്രമേണ 100-ലധികം ആളുകളുടെ പേരുകൾ ജാക്ക് ദി റിപ്പറിന്റെ സംശയപട്ടികയിൽ ഇടം നടിച്ചു. അതിൽ ഡോക്ടർമാർ, അഭിഭാഷകർ, കശാപ്പുകാർ, കുറ്റവാളികൾ എന്നിന് ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ഒരംഗം പോലും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ അവയിൽ ചില പേരുകൾക്ക് മറ്റുള്ളവയേക്കാൾ പ്രാധാന്യം ലഭിച്ചു. വ്യക്തമായ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായും 3 പേരിലാണ് ആധുനിക റിപ്പർ ഗവേഷകർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രധാന സംശയിക്കപ്പെടുന്നവർ, ദ മെയിൻ സസ്പെക്ട്സ്. 1. മോണ്ടെഗ്യൂ ജോൺ ഡ്രൂയിറ്റ്. ഒരു അഭിഭാഷകനും സ്കൂൾ അധ്യാപകനുമായിരുന്നു ഡ്രൂയിറ്റ്. സമൂഹത്തിൽ നല്ല നിലയും വിലയുമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. ജാക്ക് ദി റിപ്പറിന്റെ ഇരകളുമായി യാതൊരു ബന്ധവും പ്രത്യക്ഷത്തിൽ അയാൾക്കില്ലായിരുന്നു. എന്നിട്ടും ഡ്രൂയിറ്റ് ഒരു പ്രധാന സംശയിക്കപ്പെടുന്ന ആളായി മാറിയതിന് ഒരു കാരണമുണ്ട്. അവസാനത്തെ കൊലപാതകം മേരി കെല്ലിയുടേത് നടന്ന ഏകദേശം 1 മാസത്തിനു ശേഷം 1888 ഡിസംബർ 31-ന് ഡ്രൂയിറ്റിന്റെ മൃതദേഹം തെയിംസ് നദിയിൽ നിന്ന് കണ്ടെടുത്തു. പോക്കറ്റിൽ കല്ലുകൾ നിറച്ച നിലയിലായിരുന്നു മൃതദേഹം. ആത്മഹത്യയാണെന്ന് വ്യക്തമായിരുന്നു. പോലീസ് അന്വേഷണത്തിന്റെ തലവനായിരുന്ന സർ മെൽവിൻ മക്നാറ്റൻ തന്റെ സ്വകാര്യ കുറിപ്പുകളിൽ ഡ്രൂയിറ്റിനെ ഒരു പ്രധാന സംശയിക്കപ്പെടുന്ന ആളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൂയിറ്റിന്റെ സ്വന്തം കുടുംബം പോലും അയാൾ ജാക്ക് ദി റിപ്പർ ആയിരിക്കാമെന്ന് സംശയിച്ചിരുന്നു. കൊലപാതകങ്ങൾ അവസാനിച്ചതും ഡ്രൂയിറ്റിന്റെ മരണവും ഏതാണ്ട് ഒരേ സമയത്തായതാണ് അയാൾക്കെതിരെയുള്ള ഏറ്റവും വലിയ തെളിവ്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ തുടർച്ചയിൽ നടന്ന മാനസിക ആഘാതത്തിലാണ് അയാൾ ആത്മഹത്യ ചെയ്തതെന്നും അതിനുമുമ്പ് തന്റെ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കിയ കൊലപാതകങ്ങൾ നടത്തിയെന്നുമാണ് ഒരു സിദ്ധാന്തം പറയുന്നത്. എന്നാൽ ഡ്രൂയിറ്റിനെ വൈറ്റ് ചാപ്പലുമായി ബന്ധിപ്പിക്കുന്ന നേരിട്ടുള്ള ഒരു തെളിവും ഇന്നുവരെ കണ്ടെത്താനായിട്ടില്ല. 2. ജോർജ് ചാപ്മാൻ. സെവറിൻ ക്ലോസോവസ്കി എന്നായിരുന്നു ഇയാളുടെ യഥാർത്ഥ പേര്. പോളണ്ടിൽ നിന്ന് ലണ്ടനിലേക്ക് കുടിയേറിയ ഇയാൾ ഒരു ബാർബറായി ജോലി ചെയ്തിരുന്നു. കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്ത് ഇയാൾ വൈറ്റ് ചാപ്പലിലാണ് താമസിച്ചിരുന്നത്. ചാപ്മാൻ ഒരു സ്ത്രീവിദ്വേഷിയായിരുന്നു. അയാൾ പിന്നീട് തന്റെ 3 ഭാര്യമാരെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയതിന് പിടിയിലായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. ജാക്ക് ദി റിപ്പർ കേസ് അന്വേഷിച്ച പ്രധാന ഉദ്യോഗസ്ഥരിലൊരാളായ ഫ്രെഡറിക് ആബർലെയിൻ ചാപ്മാൻ പിടിയിലായപ്പോൾ പറഞ്ഞത്, അവസാനം നിങ്ങൾക്ക് ജാക്ക് ദി റിപ്പറിനെ കിട്ടിയിരിക്കുന്നു എന്നാണ്. ചാപ്മാന് ശരീരശാസ്ത്രത്തിൽ സാമാന്യമായ അറിവുണ്ടായിരുന്നു. ബാർബർ സർജൻ. അവന്റെ രൂപം ചില ദൃക്സാക്ഷി വിവരണങ്ങളുമായി യോജിക്കുന്നതായിരുന്നു. കൊലപാതകങ്ങൾ ആരംഭിക്കുന്നതിന് തൊട്ടുമുൻപാണ് അയാൾ ലണ്ടനിലെത്തിയത്. ഇതെല്ലാം അയാൾക്കെതിരെയുള്ള സംശയങ്ങൾ ബലപ്പെടുത്തി. എന്നാൽ ചാപ്മാനെതിരെയുള്ള ഏറ്റവും വലിയ മറുവാദം അയാളുടെ കൊലപാതക രീതിയാണ്. റിപ്പർ കത്തിയുപയോഗിച്ച് അതിവേഗം അതിക്രൂരമായി ഇരകളെ കീറിമുറിച്ചപ്പോൾ ചാപ്മാൻ മാസങ്ങളെടുത്ത് സാവധാനം വിഷം കൊടുത്ത് കൊല്ലുന്ന രീതിയാണ് പിന്തുടർന്നത്. ഒരു സീരിയൽ കില്ലർ തന്റെ അടിസ്ഥാനപരമായ കൊലപാതക രീതി ഇത്ര സമൂലമായി മാറ്റുന്നത് അസാധാരണമാണ്. 3. ആരോൺ കോസ്മിൻസ്കി. ഏറ്റവും വിശ്വസനീയമായ സംശയിക്കപ്പെടുന്നവരിൽ ഒരാളായി കണക്കാക്കിയിരുന്ന വ്യക്തിയാണ് ആരോൺ കോസ്മിൻസ്കി. പോളണ്ടിൽ നിന്നുള്ള ഒരു ജൂത കുടിയേറ്റക്കാരനായിരുന്നു ഇയാൾ. വൈറ്റ് ചാപ്പലിൽ ഒരു മുടിവെട്ടുകാരനായി ജോലി ചെയ്തിരുന്ന കോസ്മിൻസ്കിക്ക് കടുത്ത മാനസിക രോഗമുണ്ടായിരുന്നു. സ്ത്രീകളോട് കടുത്ത വെറുപ്പും കൊലപാതക പ്രവണതയും ഇയാൾ പ്രകടിപ്പിച്ചിരുന്നതായി പോലീസ് രേഖകൾ പറയുന്നു. സർ മെൽവിൽ മക്നാട്ടന്റെ കുറിപ്പുകളിൽ കോസ്മിൻസ്കിയാണ് ഏറ്റവും സാധ്യതയുള്ള കൊലയാളിയായി ചിത്രീകരിക്കുന്നത്. കൊലപാതക പരമ്പര അവസാനിച്ചതിന് തൊട്ടുപിന്നാലെ കോസ്മിൻസ്കിയെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ജീവിതകാലം മുഴുവൻ അയാൾ അവിടെയായിരുന്നു. ഒരു ദൃക്സാക്ഷി കോസ്മിൻസ്കിയെ തിരിച്ചറിഞ്ഞെന്നും എന്നാൽ ഒരു ജൂതനെതിരെ സാക്ഷി പറയാൻ വിസമ്മതിച്ചതുകൊണ്ടാണ് അയാൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരുന്നതെന്നും മക്നാട്ടൻ എഴുതിയിട്ടുണ്ട്. വർഷങ്ങളോളം കോസ്മിൻസ്കിക്കെതിരെയുള്ള തെളിവുകൾ ഈ പോലീസ് കുറിപ്പുകളിൽ ഒതുങ്ങി നിന്നു.
എന്നാൽ 2014 റസൽ എഡ്വേർഡ്സ് എന്ന എഴുത്തുകാരൻ കാതറിൻ എഡ്ഡോഫ്സിന്റെ മൃതദേഹത്തിനടുത്തുനിന്നു ലഭിച്ചുവെന്ന് പറയപ്പെടുന്ന ഒരു ഷാളിൽ നടത്തിയ DNA പരിശോധനയുടെ ഫലം പുറത്തുവിട്ടു. ആ ഷാളിൽ നിന്ന് ലഭിച്ച DNA കോസ്മിൻസ്കിയുടെയും കാതറിൻ എഡ്ഡോഫ്സിന്റെയും ബന്ധുക്കളുടെ DNAയുമായി പൊരുത്തപ്പെടുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം. ഇത് ലോകമെമ്പാടും വലിയ വാർത്തയായി. ജാക്ക് ദ റിപ്പറിന്റെ രഹസ്യം ഒടുവിൽ ചുരുളഴിഞ്ഞു എന്ന് പലരും കരുതി. എന്നാൽ ശാസ്ത്രലോകം ഈ കണ്ടെത്തലിനെ ശക്തമായി എതിർത്തു. ഷാളിന്റെ ഉറവിടം സംശയാസ്പദമാണെന്നും വർഷങ്ങളുടെ പഴക്കമുള്ള DNA സാമ്പിൾ ആയതിനാൽ മറ്റു പലരുടെയും DNA കലർന്നിരിക്കാമെന്നും പരിശോധനാ രീതികൾ വിശ്വസനീയമല്ലെന്നും വിമർശനങ്ങൾ ഉയർന്നു. അതിനാൽ DNA തെളിവും ഒരു പൂർണ്ണ ഉത്തരമായില്ല. ഈ 3 പേർ കൂടാതെ വോൾട്ടർ സിക്കറ്റ് എന്ന ചിത്രകാരൻ, ഡോക്ടർ റോബർട്ട് സ്റ്റീഫൻസൺ, എന്തിന് ആലീസിന്റെ അത്ഭുതലോകം എഴുതിയ ലൂയിസ് കരോൾ വരെ പലരുടെയും പേരുകൾ ഈ നിഗൂഢതയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഓരോ സിദ്ധാന്തത്തിനും അതിനെ പിന്തുണയ്ക്കാനും എതിർക്കാനും വാദങ്ങളുണ്ട്. ഇന്നുവരെ 100-ലധികം സിദ്ധാന്തങ്ങളും അത്ര തന്നെ സംശയിക്കപ്പെടുന്നവരും ഉണ്ടായിട്ടും ആരായിരുന്നു ജാക്ക് ദ റിപ്പർ എന്ന ചോദ്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉത്തരം കിട്ടാത്ത സമസ്യകളിൽ ഒന്നായി അവശേഷിക്കുന്നു. ഓരോ സിദ്ധാന്തത്തിനും അതിൻ്റെതായ ന്യായീകരണങ്ങളും എതിർവാദങ്ങളുമുണ്ട്. ഓരോ സംശയിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതവും കീറിമുറിച്ചു പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ആത്യന്തികമായ ഒരു ഉത്തരം കണ്ടെത്താൻ ആർക്കും സാധിച്ചിട്ടില്ല. ജാക്ക് ദ റിപ്പർ എന്ന പേര് ലോകമെമ്പാടും ഇത്രയധികം പ്രശസ്തമാകാൻ ഒരു പ്രധാന കാരണം അന്നത്തെ മാധ്യമങ്ങളാണ്. ഈ കൊലപാതക പരമ്പരയുടെ സമയത്താണ് ന്യൂ ജേർണലിസം എന്നറിയപ്പെടുന്ന വാർത്തകൾക്ക് നിറം പിടിപ്പിച്ചവതരിപ്പിക്കുന്ന ഒരു പുതിയ പത്രപ്രവർത്തന ശൈലിക്ക് ബ്രിട്ടനിൽ പ്രചാരം ലഭിക്കുന്നത്. പത്രങ്ങൾ മത്സരിച്ച് ഈ കൊലപാതകങ്ങളെക്കുറിച്ച് ഭയാനകമായ കഥകൾ പ്രസിദ്ധീകരിച്ചു. കൊലയാളിക്ക് ജാക്ക് ദ റിപ്പർ എന്ന പേരു നൽകിയതും ആ പേര് ലോകമെമ്പാടും പ്രചരിപ്പിച്ചതും പത്രങ്ങളായിരുന്നു. പോലീസിന്റെ കയ്യിൽ ലഭിക്കുന്ന ചെറിയ വിവരങ്ങളെപ്പോലും അവർ പർവ്വതീകരിച്ചു. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ഭീതി സൃഷ്ടിച്ചെങ്കിലും ജാക്ക് ദ റിപ്പർ എന്ന ഐതിഹ്യം രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. എന്നാൽ ഈ കൊലപാതക പരമ്പരയ്ക്ക് മറ്റൊരു വശം കൂടിയുണ്ടായിരുന്നു. അത് വിക്ടോറിയൻ ലണ്ടന്റെ ഇരുണ്ട മുഖം ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി. ലണ്ടൻ നഗരത്തിന്റെ പ്രൗഢിക്കും സമ്പന്നതയ്ക്കും പിന്നിൽ വൈറ്റ്ചാപ്പൽ പോലുള്ള സ്ഥലങ്ങളിൽ മനുഷ്യർ എത്രത്തോളം ദയനീയമായ സാഹചര്യങ്ങളിലാണ് ജീവിക്കുന്നതെന്ന് പുറം ലോകം അറിഞ്ഞു. ഇടുങ്ങിയ, വൃത്തിഹീനമായ തെരുവുകൾ, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, സ്ത്രീകളുടെ അരക്ഷിതാവസ്ഥ എന്നിവയെക്കുറിച്ച് ഗൗരവമായ ചർച്ചകൾക്ക് ഈ കൊലപാതകങ്ങൾ വഴിവെച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ ആ 5 സ്ത്രീകളുടെ രക്തം ആ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കാരണമായി. അതോടൊപ്പം ഈ കേസ് അന്നത്തെ പോലീസ് സംവിധാനത്തിന്റെ പരിമിതികൾ വ്യക്തമാക്കുന്നതായിരുന്നു. ശാസ്ത്രീയമായ തെളിവ് ശേഖരണത്തിന്റെ അഭാവം, കുറ്റകൃത്യം നടന്ന സ്ഥലം സംരക്ഷിക്കുന്നതിലെ വീഴ്ചകൾ, കുറ്റവാളികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിലെ അപര്യാപ്തതകൾ എന്നിവയെല്ലാം ഈ കേസിന്റെ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചു. ഭാവിയിൽ കുറ്റാന്വേഷണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഫിംഗർ പ്രിന്റിംഗ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ഈ കേസ് വിരൽ ചൂണ്ടി. അവസാനമായി, എന്തുകൊണ്ടാണ് ജാക്ക് ദി റിപ്പർ എന്നേക്കുമായി ഒരു പേടിസ്വപ്നമായി നിലനിൽക്കുന്നത്? കാരണം അയാൾ ഒരിക്കലും പിടിക്കപ്പെട്ടില്ല. 1888 ആ ശരത്കാലത്തിന്റെ അവസാനം ലണ്ടനിലെ കോടമഞ്ഞിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടതുപോലെ അയാൾ ആ മഞ്ഞിൽ തന്നെ അലിഞ്ഞുചേർന്നു. അയാൾക്കൊരു മുഖമില്ല, ഒരു വ്യക്തിത്വമില്ല. അതുകൊണ്ടുതന്നെ ജാക്ക് ദി റിപ്പർ എന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, മറിച്ച് മുഖമില്ലാത്ത തിന്മയുടെ, സമൂഹത്തിന്റെ ഇരുണ്ട കോണുകളിൽ പതിയിരിക്കുന്ന അപകടത്തിന്റെ ഒരു പ്രതീകമായി മാറി. ലോകത്തിലെ ആദ്യത്തെ ആധുനിക സീരിയൽ കില്ലർ എന്ന കുപ്രസിദ്ധി നേടിയ ആ അജ്ഞാതൻ ഇന്നും സിനിമകളിലൂടെയും പുസ്തകങ്ങളിലൂടെയും നമ്മുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു. ആരാണ് ജാക്ക് ദി റിപ്പർ? ആ ചോദ്യം ഒരുപക്ഷെ ഒരിക്കലും പൂർണ്ണമായി ഉത്തരം കിട്ടാതെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിലൊന്നായി, ഭയത്തിന്റെയും ആകാംക്ഷയുടെയും ഒരിരുണ്ട അധ്യായമായി എന്നേക്കും നിലനിൽക്കുകയാണ്.